ധോണിക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അടുത്ത പോസ്റ്റർ ബോയ് മിക്കവാറും ഒരു വിദേശ കളിക്കാരനാവാൻ തന്നെയാണ് സാധ്യത. ഞാൻ പറഞ്ഞു വരുന്നത് ബേബി എബി ഡിവിലിയേഴ്സ് എന്നറിയപ്പെടുന്ന ഡെവാൾഡ് ബ്രേവീസിനെ കുറിച്ച് തന്നെയായിരുന്നു. ഇന്നലെ നടന്ന ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക 2020 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നിങ്ങൾ കണ്ടിരുന്നുവോ? എന്തായിരുന്നു ബ്രേവീസിന്റെ ബാറ്റിംഗ് അല്ലേ! ഓസ്ട്രേലിയ അങ്ങ് അടിച്ചില്ലാതെയാക്കി കളഞ്ഞു. ബ്രേവീസിന്റെ ബാറ്റിംഗ് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇന്നലെ ഇന്നിങ്സ് തുടങ്ങിയ തന്നെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ട്രൈറ്റ് ഡ്രൈവിലൂടെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു നോ ലുക്ക് ഷോട്ട് ഉണ്ടായിരുന്നു, മനോഹരമായ ഒരു സിക്സ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടും വളരെ ബ്രില്യൻറ്റും സ്റ്റൈലിഷുമാണ്. ആദ്യം 25 ബോളിൽ 50 തികച്ച ബ്രേവീസ് പിന്നീട് അങ്ങോട്ട് ഗിയർ മൊത്തത്തിൽ മാറ്റുകയായിരുന്നു. സിക്സറുകളുടെ പൂരമായിരുന്നു പിന്നീട് കണ്ടത്. വെറും 41 ബോളിൽ സെഞ്ചുറി തികച്ചു. കരിയറിലെ ആദ്യത്തെ 50യും സെഞ്ചുറിയും ബ്രേവീസ് ഇന്നലെ നേടി. ഒരു സൗത്ത് ആഫ്രിക്കക്കാരൻ്റെ 2020 ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്നലെ ബ്രേവീസ് പടുത്തുയർത്തിയ 125 റൺസ്. ഈ ഇന്നിങ്സ് കാരണം ഏറ്റവും സന്തോഷിക്കുന്നത് തീർച്ചയായും ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ തന്നെയായിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരായിരിക്കും? തീർച്ചയായും മുംബൈ ഇന്ത്യൻസ് ആരാധകരായിരിക്കും. കാരണം ബ്രേവീസിനെ മുംബൈ മാനേജ്മെന്റ് ഒഴിവാക്കുകയായിരുന്നു. അതിന് തീർച്ചയായും അവർ ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു ഇന്നിങ്സ് ആണ് ഇന്നലെ കണ്ടത്. കഴിഞ്ഞ സീസണിലായാലും ചെന്നൈക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.